നമസ്കാരം. ഞാൻ ഇന്ത്യൻ മാർഷൽ കളരിമർമ്മ ഗുരുത്തിലെ കണ്ണാട മാഷാണ്. ഇന്ന് ഞങ്ങൾ ഇടാൻ പോകുന്ന വീഡിയോ കൊടുവാളിന് തന്നെ വെട്ടുകയാണ്. കൊടുവാളിന് വെട്ടുക എന്നാൽ കഴുത്തിന് വെട്ടുന്നു, തലകളാണ്. അതാണ് അവരുടെ ലക്ഷ്യം. പക്ഷെ നമുക്ക് രക്ഷപ്പെടണമല്ലോ. രക്ഷപ്പെടാനുള്ള മാർഗ്ഗം മർമ്മങ്ങളെ മാത്രമാണ് ടച്ച് ചെയ്യുന്നത്. സെക്കൻഡിൽ കഴിഞ്ഞു. ആദ്യം നമ്മൾ കൊടുവാളുമായിട്ട് വരുന്ന കൈയുടെ മണിബന്ധ മർമ്മത്തിലാണ് വെട്ടുന്നത്. മണിബന്ധ മർമ്മം കണം കൈയും കൈപ്പത്തിയും ചേരുന്ന ഭാഗത്ത് ഞരമ്പുകൾക്ക് നടുവിൽ ഒരങ്ങുലം വലിപ്പത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിന് ക്ഷതമേറ്റാൽ കൈക്ക് സ്വാധീനം കുറഞ്ഞ് തളരുന്നതാണ്. പനിയും കഴപ്പും നീരും ചുട്ടുപുകച്ചിലും ഉണ്ടാകും. ഞരമ്പുകൾക്ക് വലിവും ഉണ്ടാകും. രണ്ടാമത്, ഇത് നമ്മൾ കൈ തളർത്തി കഴിഞ്ഞാൽ അടുത്ത മർമ്മം കൊടുക്കുന്ന കോടി മർമ്മത്തിന് തന്നെയാണ്. കോടി മർമ്മം എന്ന് പറയുമ്പോൾ നോക്കി, പുറത്ത് തലയും കഴുത്തും കൂടിയ സന്ധിയിൽ കോടി എന്ന മർമ്മം സ്ഥിതി ചെയ്യുന്നു. ഇതിന് ക്ഷതമേറ്റാൽ സുഷുമ്നാ നാഡിയുടെ പ്രവർത്തനവും ഇടപിംഗള എന്ന നാഡികൾക്ക് കേടും സംഭവിക്കുന്നതിനാൽ മരിക്കുവാൻ പോലും ഇടയുണ്ട്. മരിച്ചില്ലെങ്കിൽ ബോധക്ഷയം, തലയ്ക്കുള്ളിൽ നീരും അസഹ്യമായ വേദനയും ഉണ്ടാവും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നേ ഉള്ളൂ, നമുക്ക് രക്ഷപ്പെടണം. ഈ മാരകായുധം ഉപയോഗിച്ചാൽ പിന്നെ ഒറ്റ നിമിഷം പോലും കൊടുക്കില്ല. അതിനു മുമ്പ് അക്രമി നമ്മളെ താഴെ കളയും. അതിൻ്റെ പ്രയോഗമാണ് കാണിക്കുന്നത്. മണിബന്ധ മർമ്മം ഇതാണ്. ഇവിടെ നോക്കി, മണിബന്ധ മർമ്മം ഇതിൻ്റെ സെൻട്രലാണ്. ഈ രണ്ട് മർമ്മങ്ങളുടെ ഇടയിൽ ഇവിടെയാണ് മണിബന്ധ മർമ്മം. അതാണ് ഇപ്പോൾ ചാർജ്. ഇവിടുന്ന് ഒരു വിരൽ വിട്ടിട്ടാവണം മണിബന്ധ മർമ്മം ഇറങ്ങാൻ. ഇത് ഈ ഞരമ്പുകളുടെ ഇടയിലേക്ക് ഇറങ്ങും. രണ്ടാമത്തെ മർമ്മസ്ഥാനം നമ്മൾ ഉപയോഗിക്കുന്ന നോക്കി, ഇതാണ്. ഇത് കൂടി മർമ്മം. ഇവിടെ ഒന്ന് ടച്ച് ചെയ്താൽ ബോധം പോയി. ആ സെക്കൻഡ് പോലും അതിനേലും ആളത്തെ തറയിലാണ്. അതാണ് നമ്മളിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കാൻ പോകുന്നത്. അത് നോക്കിയോ, അത് ഇദ്ദേഹം സലീം ഗുരുക്കളാണ്, കോഴിക്കോടുള്ള സലീം ഗുരുക്കളാണ്. അദ്ദേഹമാണ് ഇപ്പോൾ വെട്ടാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങളിത് അവതരിപ്പിച്ച് കാണുന്നത്. ശ്രദ്ധിച്ച് നിൽക്കുക. കണ്ട, കാല് പുറകോട്ട് വെച്ചിട്ടാണ് അദ്ദേഹം കയറി വെട്ടുന്നത് എൻ്റെ കഴുത്തിനാവുന്നത്. അപ്പോൾ ഞാൻ നേരെ കാല് വെച്ചിട്ട് ഇങ്ങനെയാണ് പിടിക്കുന്നത്. ഇത് കളരിയുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. ഈ നിൽക്കുന്ന സാധനമില്ലേ, ഇത് വേറെയാ. ഇതൊക്കെ അതുമില്ല, എന്നൊക്കെ അപ്പുറം പോയി. ആ ഒരു നിമിഷം പോലും ഇല്ല. കൊടുവാളല്ലേ, ഏത് ആയുധം വന്നാലും ഒറ്റ നിമിഷം തന്നെ കൊണ്ട് നമ്മളവനെ കളഞ്ഞിരിക്കും. ഇത് പഠിപ്പിക്കുകയാണ് നിങ്ങൾ. അതായത് നമ്മുടെ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അധികം പരിശീലനം കുറഞ്ഞവരെ പഠിപ്പിക്കുന്ന വിദ്യയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ മർമ്മത്തിൽ മെയിനൊന്നും അല്ല കണ്ടത്. നമ്മൾ രണ്ട് കൈയിലേ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു കൈ നിമിഷം അത്രയേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ആൾ പോയി. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇടുകയാണ് എങ്ങനെയാണ് ഈ മർമ്മത്തിൽ പ്രയോഗിക്കുന്നത്. ശരിക്കണ്ടോ, ഒറ്റയടി കേട്ടോ. നോക്കി, ഈ വിരലുകൾ എവിടെയാണ് അമർന്നിരിക്കുന്നതെന്ന്. അപ്പോൾ തന്നെ ഈ കൈ പോയി കേട്ടോ. അടുത്ത നോക്കിയാൽ നിങ്ങൾക്ക് വേണ്ടി നോക്കിയാൽ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിക്കോ, കൈ ഇരിക്കുന്നുണ്ടോ. അടുത്ത ഒരു സ്റ്റെപ്പ് കൂടി വെച്ച് അടിച്ചാൽ പോയി ഈ സാധനം കട്ട്. ഇത്രയേ ഉള്ളൂ. ഏക്കില്ല അവൻ. മണിക്കൂറുകളോളം ആ അടി ശക്തിയാണെങ്കിൽ അവിടെ കിടക്കും. മരിക്കില്ല കേട്ടോ. മരിക്കില്ല എന്ന് വെച്ചാൽ കരാട്ടെ പഠിച്ച ശക്തിയായിട്ട് ഷൂട്ട് അടിച്ചാൽ പോയ മുതൽ പോകും. പക്ഷെ നമ്മളെ സംബന്ധിച്ച് കളരിയിലൊക്കെ അല്ലേ പഠിക്കുന്നത്, അതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല. ഈ വിദ്യ കണ്ട് നിങ്ങൾ നന്ദി, നമസ്കാരം.